അപ്പോൾ നമുക്ക് മധുര മഹാസമ്മേളനത്തിലേക്ക് കടക്കാം. നാളെ ആരംഭിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മധുര. ഈ മാസം 6 വരെയാണ് സമ്മേളനം. CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും? അതാണിപ്പോൾ പ്രധാന ചർച്ച. EMSന് ശേഷം കേരളത്തിൽ നിന്ന് ഒരു മലയാളി ജനറൽ സെക്രട്ടറി വരുമോ? മുതിർന്ന PB അംഗം MA ബേബിയുടെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. KK ശൈലജ, EP ജയരാജൻ, K രാധാകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കുമെന്നുള്ളതാണ് സൂചനകൾ. ഏറ്റവും പുതിയ വിവരവുമായി ടീം റിപ്പോർട്ട് തയ്യാറാണ് മധുരയിൽ. റഹീസ് റഷീദ്, അർജുൻ കല്യാട് എന്നിവർ നമുക്കൊപ്പം തത്സമയം എത്തുന്നു. ആദ്യം റഹീസ് റഷീദിലേക്ക്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഒരു മലയാളി ആയിരിക്കുമോ പുതിയ ജനറൽ സെക്രട്ടറിയായി CPIMന്റെ സാരഥിയായി എത്തുക എന്നതാണ് ഏറ്റവും ആകാംക്ഷയുണ്ടാക്കുന്ന മധുരയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്ന ചോദ്യം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് ആരൊക്കെയാണ് റഹീസ്? ഗുഡ് ഈവനിങ് സുജയ. നമ്മളും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. EMSന് ശേഷം കേരളത്തിൽ നിന്ന് CPMനൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന കാര്യം അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിന് എല്ലാവരും 6-ാം തീയതി മാത്രമായിരിക്കും ഒഫീഷ്യലായി ഇത് അറിയാൻ പറ്റുക. പക്ഷേ എല്ലാ സാധ്യതയും 2012 മുതൽ പോളിറ്റ് ബ്യൂറോയിലുള്ള മലയാളിയായ MA ബേബിയുടെ പേരിലേക്ക് എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നു. കാരണം MA ബേബിയുടെ പേര് ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ദാവ്ളയുടെ പേരുമാണ് സജീവമായി പുതിയ ആളാണ് വരുന്നതെങ്കിൽ ചർച്ചകളിലുള്ളത്. പക്ഷേ അശോക് ദാവ്ളയെ സംബന്ധിച്ച് CPMന്റെ ഇന്നർ പൊളിറ്റിക്സിൽ അതായത് യെച്ചൂരി കാരാട്ട് ശീതസമരം നടന്ന സമയത്തൊക്കെ യെച്ചൂരിക്കൊപ്പം നിന്നിരുന്ന VSും അശോക് ദാവ്ളയൊക്കെ യെച്ചൂരിക്കൊപ്പം നിന്നിരുന്ന ഒരു ഹിസ്റ്ററി കൂടി അദ്ദേഹത്തിനുള്ള ഒരു പശ്ചാത്തലത്തിൽ കാരാട്ടും പിണറായി വിജയനുമൊക്കെ നേതൃത്വം നൽകുന്ന കൂടുതൽ പിൻബലമുള്ള ശക്തിയുള്ള ആ ചേരി അശോക് ദാവ്ളയെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ആർക്കഷൻ സുർജിത്തിന് ശേഷം അല്ലെങ്കിൽ കാരാട്ടിരുന്ന സമയത്ത് യെച്ചൂരി വന്നു. യെച്ചൂരി ഇരുന്ന സമയത്ത് MA ബേബി പാർട്ടി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചു. അങ്ങനെ പാർട്ടി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്ന ആൾ കൂടി പാർട്ടി സെക്രട്ടറി ആകുന്ന ഒരു മുൻകാല രീതി കൂടിയുണ്ട്. ഒപ്പം കേരളം ഒന്നടങ്കം MA ബേബി വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കൊണ്ട് MA ബേബി വരും എന്ന് ഇപ്പോൾ നമ്മുടെ ആകാംക്ഷയുടെ തോത് കൂട്ടിയിരിക്കുകയാണ്. റഹീസ് അക്കാര്യം ഒന്ന് ഉറപ്പിക്കണം. MA ബേബി വരുമോ എന്ന ചോദ്യം നമ്മൾ മലയാളികളിലേക്ക്, കേരളത്തിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളിലേക്കൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനം വരുമ്പോൾ അതൊരു മലയാളി ആയിരിക്കണേ എന്ന് നമ്മൾ കുറച്ച് വ്യക്തിപരമായി കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അർജുൻ കല്യാടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്ഷമിക്കണം അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. അവിടുത്തെ ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസിന്റെ ഇത്തവണത്തെ തീരുമാനങ്ങൾ, നേതാക്കളുടെ വരവ്, അതൊക്കെയാണ് പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. നാളെ ഡൽഹിയിലായിരിക്കും MP മാർ എന്ന് പ്രകാശ് കാരാട്ട് അല്പസമയം മുൻപ് അർജുൻ കല്യാടിനോട് പറഞ്ഞത് പ്രേക്ഷകർ കണ്ടു. മറ്റ് നേതാക്കളൊക്കെ എപ്പോഴേക്കെത്തും? സുജിയ, ഇപ്പോൾ എന്തായാലും CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ട ഇതിൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രേഖകൾ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ഇതേ ഹോട്ടലിൽ വെച്ച് ചേരുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രി യോഗത്തിലകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം 6 മണിയോടുകൂടി തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗവും ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഉദ്വേഗജനകമായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ എത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ഒരു പ്രതീക്ഷയും ആകാംക്ഷയുമെല്ലാം CPMനെ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഉൾപ്പെടെയുള്ളവർക്ക്, CPMന്റെ അണികൾക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ CPMന്റെ സമ്മേളനം വളരെയധികം നിരീക്ഷണ വിധേയമാക്കുന്ന ഒരു പാർട്ടി സമ്മേളനം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗവും ഇതേ ഹോട്ടലിൽ വെച്ച് ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആരുടെയൊക്കെ അവസാനത്തെ പോളിറ്റ് ബ്യൂറോ യോഗമായി, അതായത് പ്രായപരിധിയുടെ ഭാഗമായി പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അതുപോലെ തന്നെ സുഭാഷിണി അലിയും ഒക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രായപരിധിയിൽ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ഉണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് വൃന്ദ കാരാട്ടിന് ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ആക്കുമോ എന്നുള്ള ആകാംക്ഷയും ഒരു വശത്തുണ്ട്. പക്ഷേ സാധ്യതകൾ അതിനൊക്കെ നന്ന കുറവാണ്. അതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയും നമ്മുടെയൊക്കെ ആഗ്രഹവും മാത്രമായി ഒരു വനിതാ ജനറൽ സെക്രട്ടറിയായി ആരാണ് വരിക എന്നതാണ് ആകാംക്ഷ. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. CPI